രക്ഷാമാർഗത്തിൽ ദ്യോവിൻ ഭാഗ്യം നൽകിടുവാൻ ജീവൻ പകരും നാരാനേ, ജീവനു തുല്യം സ്നേഹിച്ചു ഭൂവിലെ രക്ഷാമാർഗത്തിൽ ദ്യോവിൻ ഭാഗ്യം നൽകിടുവാൻ. നിവൃത്തി നൽകാൻ സ്നേഹത്തിൽ നിത്യത പകരും കൂദാശ, നിവൃത്തി നൽകാൻ സ്നേഹത്തിൽ നിത്യത പകരും കൂദാശ, സ്ഥാപിച്ചല്ലോ സെഹിയോനിൽ ദിവ്യവിരുന്നായി സൈവസുതൻ, ജീവൻ പകരും നാദാനേ, ജീവനു തുല്യം സ്നേഹിച്ചു. കർത്താവെന്ന ശിഷ്യർത്തൻ കാലുകൾ കഴുകി വിനയത്താൽ, കർത്താവെന്ന ശിഷ്യർത്തൻ കാലുകൾ കഴുകി വിനയത്താൽ, സ്ഥാപിച്ചല്ലോ സെഹിയോനിൽ ദിവ്യവിരുന്നായി ദൈവസുതൻ, ജീവൻ പകരും നാദാനേ, ജീവനു തുല്യം സ്നേഹിച്ചു. തമ്പുരാന്റെ ബലിപീഠത്തിലേക്ക് ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തിൽ, വൈദിക സ്ഥാപിത ദിനത്തിൽ, പെസഹ ദിനത്തിൽ നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നതാണ്. ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളിൽ നിന്നും, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും കടന്നു പോകുവാൻ ആവശ്യമായ കൃപ അവിടുത്തോട് യാചിക്കാം. എൻ്റെ 12 ശിഷ്യന്മാരെ നമുക്ക് സമർപ്പിക്കാം, അവരുടെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. വൈദിക ദിനമാണ്. നമ്മുടെ പരിചയത്തിലുള്ള നമ്മുടെ ബന്ധുമിത്രാദികളായ എല്ലാ വൈദികരെയും നമുക്ക് സമർപ്പിക്കാം. അതിരൂപത എല്ലാ വൈദികരെയും നമുക്ക് സമർപ്പിക്കാം. അഭിവന്യ മെത്രാപ്പൊലീത്തമാരെ നമുക്ക് സമർപ്പിക്കാം. തമ്പുരാന്റെ സമൃദ്ധിയും കൃപയും അനുഗ്രഹവും നമ്മിൽ സമ്മതമായിട്ടുണ്ടാകട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഈ ബലി അർപ്പണത്തിൽ നമുക്ക് പങ്കുകാരാകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ പെരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം.
പീഠമൊരു കീടാ ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെയാണ് ചീടാ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സർലോകത്ത് സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സർലോകത്ത് സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സർലോകത്ത് സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ മിശിഹായെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ശുശ്രൂഷയുടെ മാതൃക കാണിക്കുകയും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് സ്വന്തം ശരീര രക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി നൽകുകയും ചെയ്ത അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹത്തിന് കുദാശയായി അങ്ങ് സ്ഥാപിച്ചു നൽകിയ ഈ ദിവ്യ രഹസ്യങ്ങൾ നിർമ്മലമായ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി വിശുദ്ധ വിചാരങ്ങളോടും കൂടി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. പ്രതിവചന സങ്കീർത്തനമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവൻ്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവൻ്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. മഹോന്നതനായ ദൈവത്തെ പ്രകീർത്തിക്കുവിൻ, അവന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥനെ പ്രകീർത്തിക്കുവിൻ, അവന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ കടിഞ്ഞുൾ തനയരെ സംഹരിച്ചവനെ പ്രകീർത്തിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചവനെ പ്രകീർത്തിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. കടലിനെ വിഭജിച്ചവനെ പ്രകീർത്തിക്കുവിൻ, അതിന്റെ നടുവിലൂടെ
അവരെ നയിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. ഫറവോയെ സൈന്യത്തെയും കടലിൽ താഴ്ത്തിയവനെ പ്രകീർത്തിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. അവരുടെ ദേശം അവകാശമായി ജനത്തിനേകിയവനെ പ്രകീർത്തിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. വൈരികളിൽ നിന്ന് ദൈവജനത്തെ രക്ഷിച്ചവനെ പ്രകീർത്തിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹോന്നതനായ കർത്താവേ, അങ്ങയുടെ ഭയഭക്തിജനകമായ പീഠത്തിന്റെയും ഉന്നതമായ ത്രോണോസിന്റെയും അലങ്കൃതവും സുസ്ഥിരവുമായ സിംഹാസനത്തിന്റെയും മുമ്പാകെ അങ്ങയുടെ ശുശ്രൂഷകനായ ക്രോവേന്മാർ ഇടവിടാതെ സ്തുതിക്കുകയും ശ്രാപ്യന്മാർ പരിശുദ്ധനെന്ന് നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് കൂടി ചേർന്ന് ഞങ്ങളും അങ്ങേ ഭയഭക്തിയോടെ സ്തുതിയും ബഹുമാന കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. യേശുനാഥാവിനയവോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നീ സത്യമായി ഞങ്ങൾ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധന് സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം വളരുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ഒന്നാം വായന പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 12-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം.
ഏതെങ്കിലും കുടുംബം ഒരു ആട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കുചേർക്കട്ടെ. ഭക്ഷിക്കുവാനുള്ള കഴിവ് പരിഗണിച്ചു വേണം ഒരാടിനു വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കുവാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തു കൊള്ളുക. എന്നാൽ അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കുവാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിള കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ചുട്ടതല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിനെ മുഴുവനും തലയും കാലുകളും ഉൾഭാഗവും അടക്കം ചുട്ട് ഭക്ഷിക്കണം. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാ ദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. നിങ്ങൾ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം. 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ച അപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 1-ാം ദിവസവും 7-ാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചു കൂട്ടണം. ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത്. എന്നാൽ ഭക്ഷിക്കാനുള്ളത് പാകം ചെയ്യാൻ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ തലമുറ തോറും ഈ ദിവസം ആചരിക്കണം. ഇത് എന്നേക്കുമുള്ള കൽപ്പനയാണ്. ആദ്യ മാസത്തിലെ 14-ാം ദിവസം സന്ധ്യ മുതൽ 21-ാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. നിങ്ങളുടെ വീടുകളിൽ 7 ദിവസത്തേക്ക് പുളിമാവ് കാണരുത്. ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. പുളിപ്പിച്ച യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ. ദൈവമായ കർത്താവിനെ സ്തുതി. സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം വളരുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. രണ്ടാം വായന മലാഖിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 1 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നുവെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ ബലിപീഠത്തെ നിന്ദിക്കാം, നിന്ദ്യമായ ഭോജനം അതിൽ അർപ്പിക്കാമെന്ന് കരുതുമ്പോൾ നിങ്ങളതിനെ മലിനമാക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കെതിരെ ചീറുന്നു. അക്രമം കൊണ്ട് പിടിച്ചതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാനത് സ്വീകരിക്കണമോ? കർത്താവ് ചോദിക്കുന്നു. തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാട് ഉണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ഉന്നതനായ രാജാവാണ്. ജനതകൾ എൻ്റെ നാമം ഭയപ്പെടുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി.
ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുപ്രസാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. മഹിമാവല്ലോ വാനിലും മൊഴിയിലും തിങ്ങിളങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുപ്രസാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുപ്രസാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുപ്രസാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ദൈവമേ, അങ്ങയുടെ ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് പെസഹ ആചരിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കും. അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ വരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതയർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റു ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ 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 പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ പാദം കഴുകി സ്നേഹത്തിൻ പുതുമാതൃക നൽകി തന്റെ ശരീരം നൽകി നമുക്കായി നവമൊരു ജീവൻ നമ്മിൽ പുലരാൻ മാതൃകയേവം കൈക്കൊണ്ടിടാം. വചനം നമ്മെ മാടി വിളിക്കൂ.
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ മത്തായി എന്നിവർ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമിയോൻ പുത്രനായ യൂദാസ് കറിയോത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. അവൻ ശിമിയോൻ പത്രോസിന്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്ത് എന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. ശിമിയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവനും ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ കൊടുക്കുന്നവൻ ആരാണ് എന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തത് എന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തെ നിങ്ങളോട് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. യേശുമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എൻ്റെ മുൻ ദേവാലയമായിരുന്ന മുന്നൂർപ്പിള്ളിയിൽ അഖിൽ ഇടശ്ശേരി അച്ഛൻ്റെ തിരുപ്പട്ടത്തിന് ഞാൻ പോവുകയുണ്ടായി. തിരുപ്പടക്കത്തിനിടയ്ക്ക് ഞാൻ തിരക്കുള്ളതിനാൽ തിരിച്ചു പോരുവാനായിട്ട് ആരംഭിച്ചു. എൻ്റെ പിന്നാലെ അവിടെ മുമ്പ് കാറ്റഗിസം ഹെഡ് മാസ്റ്ററായിരുന്ന സിനോ പഴയാട്ടി സാറ് എൻ്റെ പിന്നാലെ ഓടുവാനായിട്ട് ആരംഭിച്ചു. എന്നെ തടഞ്ഞു നിർത്തി കെട്ടിപ്പിടിച്ച് എൻ്റെ കവളിൽ 2-3 ഉമ്മ തന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഉമ്മ തന്നത് നന്ദിയുടെ സൂചകമായിട്ടാണ് കേട്ടോ, ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ടാണ് കേട്ടോ. ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പ്
അവിടെ വികാരിയായിരിക്കുമ്പോൾ കാറ്റഗിസം ഇൻസ്പെക്ഷൻ നടക്കുകയാണ്. ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. കാറ്റഗിസം ടീച്ചേഴ്സ് മതബോധനത്തിൻ്റെ ഇൻസ്പെക്ടേഴ്സുമായിട്ട് പ്രൊമോട്ടേഴ്സുമായിട്ട് മീറ്റിംഗ് നടക്കുവാൻ ആരംഭിക്കുകയാണ്. മീറ്റിങ്ങിന് തൊട്ട് മുമ്പ് സിനോ സാർ എഴുന്നേറ്റ് നിന്നു. കൈയൊക്കെ വിരിച്ച് പിടിച്ച് ആഘോഷമായിട്ട് തുള്ളിച്ചാടുവാനായിട്ട് ആരംഭിച്ചു. നിങ്ങൾ കാണണം, നിങ്ങൾ കാണണം, ഇത് അത്ഭുതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടുകയാ, ആഘോഷമായിട്ട് തുള്ളിച്ചാടുകയാ, ഒരു ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ പോലെ. തലേ ദിവസം ഞങ്ങൾ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാറ്റഗിസം ഇൻസ്പെക്ഷനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സിനോ സാർ എത്തിച്ചേർന്നു. ഒരു മൂലയിൽ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. എന്നോട് പറഞ്ഞു, അച്ഛ ക്ഷമിക്കണം കേട്ടോ, എല്ലാം ഓടി നടന്ന് ചെയ്യേണ്ട വ്യക്തിയാണ് ഞാൻ, പറ്റുന്നില്ല അച്ഛ, കൈകളും കാലുകളുമൊക്കെ വളരെ ശക്തമായ വേദനിക്കുന്നു, ഒരു നിവൃത്തിയുമില്ല. കാറ്റഗിസം ഹെഡ് മാസ്റ്റർ ആയതുകൊണ്ട് മാത്രമാണ് ഏങ്ങി വലിഞ്ഞ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്, എഴുന്നേൽക്കുവാൻ പോലും പറ്റുന്നില്ല അച്ഛ, അത്രമാത്രം വേദനയാണ് കൈകാലുകൾക്ക്, അതെൻ്റെ രോഗമാണ്, ഞാൻ അംഗീകരിക്കുന്നു. പിറ്റേ ദിവസം പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ഈ മനുഷ്യൻ ഏറ്റവും ശോചനീയമായ രീതിയിൽ ഇരിക്കുകയാണ്. ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പരിശുദ്ധ കുർബാനയിൽ നിയോഗം വെച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, ആ പാവം മനുഷ്യനിൽ ഒന്ന് കനിയണമേ. ഞാൻ അർപ്പിക്കുന്ന ഈ തിരുവോസ്തിയിൽ പകുതി ഞാൻ സിനസാറിന് കൊടുക്കും. ദൈവമേ, സാധിക്കുമെങ്കിൽ ഒന്ന് കനിയണമേ എന്ന് ഞാൻ പറഞ്ഞു. പരിശുദ്ധ കുർബാന കഴിഞ്ഞു. മീറ്റിങ്ങിനിടയിൽ അദ്ദേഹം തുള്ളിച്ചാടുകയാണ്. തുള്ളിച്ചാടിക്കൊണ്ട് പറയുകയാണ്, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ആ നിമിഷം ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നതായിട്ട് ഞാൻ അനുഭവിച്ചു. ആ നിമിഷം വരെ എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും ശക്തിയില്ലാതെ ഏങ്ങി വലിഞ്ഞാണ് ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് പോയത്. പരിശുദ്ധ കുർബാന എപ്പോൾ സ്വീകരിച്ചുവോ ആ നിമിഷം എൻ്റെ എല്ലാ വേദനകളും മാറി. ഞാൻ സിനോ സാറിനോട് ചോദിച്ചു, സിനോ സാർ ശ്രദ്ധിച്ചു, ഞാൻ പരിശുദ്ധ കുർബാനയിൽ അർപ്പിച്ച ആ ഓസ്തിയുടെ ഒരു ഭാഗമാണ് ഞാൻ സിനോ സാറിന് നൽകിയത്. സിനോ സാർ പറഞ്ഞു, തീർച്ചയായും അച്ഛ, ഞാൻ ശ്രദ്ധിച്ചു, അതും ഞാൻ ശ്രദ്ധിച്ചു. സ്നേഹമുള്ളവരെ, തൻ്റെ വലിയ ദൈവം പ്രവർത്തിച്ച വലിയ അടയാളത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിറവിലാണ് സിനോ സാർ ഭ്രാന്തനെ പോലെ നിന്ന് തുള്ളിച്ചാടിയത്. വീണ്ടും 7 വർഷങ്ങൾക്ക് ശേഷം എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും നന്ദിയുടെ അടയാളമായിട്ടാണ്, ദൈവത്തിന് സ്തോത്രമർപ്പിച്ചുകൊണ്ടാണ്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എല്ലാ മാസവും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3-4 ദിവസം കഷ്ടത്തിൻ്റെ ദിവസമായിരുന്നു, കഷ്ടസമയത്തിൻ്റെ ദിവസമായിരുന്നു, വളരെ വേദനാജനകമായിരുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പറയുകയാണ്, എനിക്ക് പിന്നീട് ഒരിക്കലും ഇത് അതുപോലെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന്. സ്നേഹമുള്ളവർ, ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന്. പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ട് സാധിക്കുമ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിച്ചത് ദൈവം പ്രത്യേകമാംവിധം തിരഞ്ഞെടുത്ത സ്ഥലത്തായിരുന്നു. ദൈവം പ്രത്യേകമാംവിധം തിരഞ്ഞെടുപ്പ് നടത്താറുണ്ട്. ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് പ്രത്യേകമാംവിധം പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ സെഖീനൂട്ടുശാല തിരഞ്ഞെടുക്കുമ്പോൾ അതിന് പ്രത്യേകമാംവിധം ഒരുക്കങ്ങൾ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി അത് ദർശിക്കുവാനായിട്ട് സാധിക്കും. സെഖയോന് മാളിക നീസാൻ മാസം 14-ാം ദിവസം അവർ പെസഹ ആചരിക്കണം. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഞങ്ങൾ എവിടെയാണ് നിനക്കായിട്ട്
പെസഹ ഒരുക്കേണ്ടത്? പത്രോസും യോഹന്നാനുമാനും ചോദിക്കുക. പത്രോസിനോടും യോഹന്നാനോടുമായി ഈശോ പറയുകയാണ്, നിങ്ങൾ പട്ടണത്തിലേക്ക് പോകുക. അവിടെ ചെല്ലുമ്പോൾ ഒരു കുടം നിറയെ വെള്ളവുമായിട്ട് ഒരു വ്യക്തി വരും. ആ വ്യക്തിയെ അനുഗമിക്കുക. അവൻ ഏത് ഭവനത്തിൽ പ്രവേശിക്കുന്നുവോ ആ ഭവനത്തിലെ കുടുംബനാഥനോട് പറയുക, ഗുരു പെസഹ ആചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിന്റെ ഭവനത്തിൽ. എവിടെയാണ് പ്രത്യേകം സജ്ജീകൃതമായ മുറി എന്ന്? ആ പ്രത്യേകം സജ്ജീകൃതമായ മുറിയിൽ അവർ പെസഹ ഒരുക്കുകയാണ്. ആ സെഖേനൂട്ടുശാലയിലാണ് പിന്നീട് പരിശുദ്ധാത്മാവ് ഇറങ്ങി ശിഷ്യന്മാരുടെയും സ്ലീഹന്മാരുടെയും മേൽ ഇറങ്ങി വന്നത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആദ്യ ദേവാലയം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പെസഹ ബലിയർപ്പിച്ച ആ ദേവാലയമാണ്. ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനമാണ്. ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ് എന്ന് ഈശോ പറയുന്നുവെങ്കിൽ, അവന്റെ ശരീരമാണ്, അവന്റെ രക്തമാണ് എന്ന ബോധ്യത്തോടുകൂടി അത് സ്വീകരിക്കുന്നുവെങ്കിൽ, വിശ്വാസത്തിന്റെ നിറവിൽ അത് സ്വീകരിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ നിയോഗങ്ങളിലേക്ക്, നമ്മുടെ ആവശ്യങ്ങളിലേക്ക് എൻ്റെ തമ്പുരാൻ കടന്നു വരും. കാരണം നമ്മോടൊത്ത് വസിക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു എന്നേക്കും. ഈശോ അതോടൊപ്പം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് സ്നേഹത്തിന്റെ തിരുനാളാണ്, ഇത് ബന്ധത്തിന്റെ തിരുനാളാണ് എന്ന്. പെസഹ കടന്നുപോകലിന്റെ തിരുനാളായിരുന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിന്റെ ബന്ധത്തിലേക്ക്, ദൈവത്തിന്റെ സ്നേഹത്തിലേക്കുള്ള കടന്നുപോകലാണ്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള കടന്നുപോകലായിരുന്നു പെസഹ. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, കടന്നു പോകുവാനായിട്ട് സാധിക്കണം. പാപത്തിൽ നിന്ന് തമ്പുരാനിലേക്ക് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന്. അതോടൊപ്പം തന്നെ ആ കടന്നുപോകലിൽ സ്നേഹമുണ്ടായിരിക്കണം, ബന്ധമുണ്ടായിരിക്കണം. അത് എളിമയുടെ രൂപത്തിലായിരിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പത്രോസിനോട് പറയുകയാണ്, ഞാൻ നിന്റെ പാദം കഴുകുന്നില്ല എങ്കിൽ നമ്മൾ തമ്മിൽ ബന്ധമില്ല എന്ന്. ബന്ധമുണ്ടാകുക സ്നേഹത്തിന്റെ നിറവിലാണ്. പരസ്പരം സ്നേഹിക്കുവാനായിട്ട്, ക്ഷമിക്കുവാനായിട്ട്, ദൈവഹിതം നിറവേറ്റുവാനായിട്ടുള്ള മനസ്സുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപ സമൃദ്ധമായിട്ട് നമ്മിലുണ്ടാകും, നമ്മുടെ കുടുംബത്തിലുണ്ടാകും. ഈ ദിനത്തിൽ നമുക്ക് ഓർക്കാം നമ്മുടെ വൈദികരെ. ഈ ദിനത്തിൽ നമ്മുടെ ശിഷ്യന്മാരായിരിക്കുന്ന 12 പേരെയും ഓർക്കാം. അവർ ഒരുങ്ങുകയായിരുന്നു. തമ്പുരാന്റെ സമൃദ്ധിയും കൃപയും നമ്മിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വൈദിക ദിനമാണ്. ഇന്നത്തെ സ്തോത്രകാഴ്ച വൈദിക പരിശീലന നിധിയിലേക്കുള്ളതാണ്. എല്ലാ വൈദിക വിദ്യാർത്ഥികളെയും നമുക്ക് ഓർക്കാം. തമ്പുരാന്റെ സമൃദ്ധിയും കൃപയും നമ്മിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവും ഗുരുവുമായ മിശിഹായി, അന്ത്യ അത്താഴവേളയിൽ അങ്ങ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെ ശുശ്രൂഷയുടെയും ആത്മസമർപ്പണത്തിനെയും മാതൃക നൽകുകയും അത് അനുകരിക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തുവല്ലോ. ജീവദായകമായ ഈ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ യഥായോഗ്യം നിർവഹിക്കുവാനും പരസ്പര സ്നേഹത്തിലും ചൈതന്യത്തിലും അങ്ങേ അനുഗമിക്കുവാനും അനുദിന ജീവിതത്തിൽ അത് ബലിയായി നിലനിർത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ.
തൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. കാലത്തിൽ വെള്ളമെടുത്തു, വെൺകച്ചയുമരയിൽ ചുറ്റി. മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. വിനയത്തിൻ മാതൃക നൽകാൻ, സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാൻ. വിനയത്തിൻ മാതൃക നൽകാൻ, സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാൻ. സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. താരത്തിൽ വെള്ളമെടുത്തു, വെൺകച്ചയുമരയിൽ ചുറ്റി. മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. സ്നേഹത്തിൻ ചിറക് വിരിഞ്ഞു, രാജാളി തിരിഞ്ഞു പറന്നു. സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു, രാജാളി തെളിഞ്ഞു പറഞ്ഞു. കാലത്തിൽ വെള്ളമെടുത്തു, വെൺകച്ചയുമരയിൽ ചുറ്റി. മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകിയ ഗുരുവിൻ ശിഷ്യന്മാർ നിങ്ങളതോർത്ത്
ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി സ്നേഹത്തിൻ രക്ഷിപ്പതിനായി ജീവൻ ബലി ചെയ്തൊരു ദീനാൾ ഉന്നതമാം സ്നേഹം പാർക്കാം മത്തിമ്പം പാലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച മിശിഹായെ തപസ്സിന്റെയും പ്രായശ്ചിത്തിന്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാനും പ്രാർത്ഥനാ രൂപയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ മിശിഹായെ ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യരക്ഷ പ്രാപിക്കും എന്നരുൾ ചെയ്ത കർത്താവേ, നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് നിത്യജീവിതത്തിന് യോഗ്യരാകുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മാതൃക നൽകിയ കർത്താവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ എളിമയോടെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകി അരുൾ ചെയ്ത കർത്താവേ, വിനയത്തിന്റെയും ശൂന്യവൽക്കരണത്തിന്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്ത ഞങ്ങൾ സ്നേഹത്തിലൂടെയും ഐക്യത്തിലൂടെയും ജീവിക്കുവാൻ ഇടതരണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിൽ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിൽ മാർ ഫ്രാൻസിസ് പപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും അതിരൂപത മെത്രാപ്പൊലീത്തൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി പിതാവിന് വേണ്ടിയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഏകപുത്രനെ പെസഹ കുഞ്ഞാടായി ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മഹനീയമായി ഈ ദാനം പരസ്പര സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാകട്ടെ. അവിടുത്തെ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നിത്യസൗഭാഗ്യത്തിന് കാരണമായി തീരുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായി നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഈ അപ്പത്തിനോടും വെജിനോടും ഒപ്പം തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും
ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷകളേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുന്ന സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോട് കൂടെ. സഹോദരരെ, മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയർത്തുവിൻ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പെസഹാ ദിനത്തിൽ അങ്ങയുടെ സമൃദ്ധമായ കൃപ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഇടവകയിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു.
പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം നിത്യം പരിശുദ്ധൻ വാനിലും ഭൂവിലും നിൻ മഹാപ്രാപവും തിങ്ങി നിറഞ്ഞിരിപ്പൂ തിങ്ങി നിറഞ്ഞിരിപ്പൂ വാനിലും ഭൂവിലും നിൻ മഹാപ്രാപവും തിങ്ങി നിറഞ്ഞിരിപ്പൂ തിങ്ങി നിറഞ്ഞിരിപ്പൂ പാരിടവിങ്ങുമേ നിൻ കൃപ മാറിയ വാരുളി പോകിടുന്നു സകലേശനോശാന പരിശുദ്ധൻ 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 ദൈവം നിത്യം പരിശുദ്ധൻ. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ അവിടുന്ന് നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈശോ തനിക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അപ്പവും വീഞ്ഞും തൻ്റെ തിരുശരീരവും തിരുരക്തവുമാക്കി മാറ്റുന്നതോടൊപ്പം ദൈവകരങ്ങളിലേക്ക് നാം സമർപ്പിച്ച് എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും ദൈവഹിതത്തിനനുസരിച്ച് ശാന്തിയായി, സമാധാനമായി, സ്നേഹമായി, ഐക്യമായി, ക്ഷമയായി, മാനസാന്തരമായി, സൗഖ്യമായി, വിജയമായി മാറ്റി തരണമേ എന്ന് അവിടുത്തോട് അപേക്ഷിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ
എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. ദേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും എൻ്റെ ഈ 12 സ്ലീഹന്മാർക്കും അവിടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ ഭൗമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ. ഘോരമാം എൻ്റെ അപരാധങ്ങൾ സദയം നാഥ പൊറുക്കേണമേ. അറിയുന്നു ഞാൻ എൻ പാപങ്ങൾ, കാണുന്നു ഞാൻ അവയൻ മുൻപിൽ. നിൻ തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. ആവശ്യങ്ങളുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധന
ആരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസ്ഹാക്കിനിടയനേ ആരാധന ഇസ്രായേലിൻ രാജനേ ആരാധന 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 ആരാധന. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള ഭാഗത്ത് ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചന യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഒരുപ്പനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ നല്ല ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമുക്ക് വേണ്ടി കീറിമുറിക്കപ്പെട്ട ശരീരം ഇതാകുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തമിതാകുന്നു. അമൃതരുടെ ഔഷധം ഇതാ നമുക്കായി നൽകപ്പെടുന്നു. ക്രോവേന്മാരോടും സ്രാപ്പേന്മാരോടും ചേർന്ന് ഇതിന്റെ ദാതാവായ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിക്കുന്ന കർത്താവേ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായുടെ ശരീരം രക്തവും കടങ്ങളുടെ പുറത്തേക്കും നിത്യജീവനം കാരണമാകട്ടെ.
കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാനെന്നപ്പോ. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാനെന്നപ്പോ. ഞാനു നല്ലൊരു മുന്തിരി, നിങ്ങളതിലെ ശാഖകൾ. ഞാനു നല്ലൊരു മുന്തിരി, നിങ്ങളതിലെ ശാഖകൾ. സ്വർഗത്താതനരുമകൾ, ഈ മണ്ണിൽ നിങ്ങൾ ദീപങ്ങൾ. സ്വർഗത്താതനരുമകൾ, ഈ മണ്ണിൽ നിങ്ങൾ ദീപങ്ങൾ. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാനെന്നപ്പോ. ക്രിസ്തുരാജനു സൗഖ്യമേകാൻ പാരിൻ പാതയിൽ പോയിടുവിൻ. ക്രിസ്തുരാജനു സൗഖ്യമേകാൻ പാരിൻ പാതയിൽ പോയിടുവിൻ. കൈകൾ കോർത്തു നടന്നിടുവിൻ, സ്നേഹഗീതികൾ പാടി നാം. കൈകൾ കോർത്തു നടന്നിടുവിൻ, സ്നേഹഗീതികൾ പാടി നാം. നാദരീ തളിർ ബാല്യമങ്ങി യാഗവേദിയിലേക്കിടാം. നഷ്ടമല്ലി ത്യാഗത്തിൻ ജീവിത ഭൂമിയിൽ. നഷ്ടമല്ലി ത്യാഗത്തിൻ ജീവിത ഭൂമിയിൽ. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാനെന്നപ്പോ. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാനെന്നപ്പോ. നിത്യപുരോഹിതനായ യേശു, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുത്തത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറെടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയിരുത്തിയ രക്തത്താൽ നൽകുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മകനെ മുതൽ പ്രവചിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരുടെ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവർ ശുശ്രൂഷ ലഭിക്കുന്നവർ
ഏതൊരുക്കടാനന്ദവും ആശ്വാസവും പരത്തിലെ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദ്യശ്രൂഷികരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. കഥാവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങൾ രക്ഷകനുമായി മിശിഹായി അങ്ങയുടെ കുരിശുമരണത്താ ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കുകയും തിരുശരീര രക്തങ്ങളാ ഞങ്ങളെ സമ്പന്നരാക്കുകയും അങ്ങ് ചെയ്തു. അങ്ങയോടൊത്ത് നിത്യം വസിക്കുവാൻ ഈ ദിവ്യ കൂദാശകൾ ഞങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായി നീക്കും. സ്നേഹപിതാവാം സകലേശൻ പാപികളാകും മർത്യർക്കായി പാരിലയച്ചു കനിവോടെ ഏകകുമാരൻ മിശിഹായേ ജീവൻ നൽകാൻ സ്ഥാപിച്ചു പരിപൂജിതമാം കുർബാന വരദാനങ്ങൾ ചൊരിയുന്നു പാവനരൂപൻ ദിവ്യാത്മൻ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ നാഥൻ നൽകിയതാം മാതൃക പോലെ സകലർക്കും സേവനമെന്നും ചെയ്തിടുവിൻ. ദിവ്യ ശരീരവും അതുപോലെ രക്തവുമേകിയ തിരുനാഥൻ ദിവ്യാനുഗ്രഹം അരുളട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
അനുഗ്രഹത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങൾ പുറത്തുകയും പാപങ്ങളെ മോചനത്തിന് കാരണമാവട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഹൃദയം തേടിയിടും സ്നേഹമേ നീ, ഓ സ്നേഹമേ നീ, യേശുനാഥാ,